ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായ ഉത്തർപ്രദേശിൽ ഇത്തവണ മോദി സർക്കാർ വിരുദ്ധ വികാരവും ശക്തമാണ്. ഗ്രാമീണ മേഖലകളിലും കർഷകർക്കിടയിലുമാണ് ബിജെപി സർക്കാരിനെതിരായ വികാരം ശക്തമാകുന്നത്. ഇത്തവണ സർക്കാർ മാറണമെന്നും കർഷകർ പറയുന്നു. ആറാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഉത്തർപ്രദേശിലെ ഗ്രാമീണ മേഖലകളിൽ ഇത്തവണ സർക്കാർ വിരുദ്ധ വികാരവും ശക്തമാണ്. കർഷകർ നേരിടുന്നത് വലിയ പ്രശ്നങ്ങൾ. കൃഷി ചെയ്യാനുള്ള വെള്ളവും ലഭ്യമാകുന്നില്ല. കൃഷിഭൂമിയിലെ മൃഗങ്ങളുടെ ശല്യം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. सूख रोटी खा लेते हैं नमक से। 8 बीघा किसान हैं, 3-4 बीघे ज़मीन पड़ी है, लेकिन क्या करिए वो उसका बोई थे लील गाह और जानवर चढ़ डाल देती। कहाँ तक रात दिन ताकि साण यानी कितने पब्लिक का मार डाइस। ये गरीबों के लिए ये सरकार बहुत दुखदाई है। बांदर से लीलगाही से गोरू से परेशानी, रात भर हम यहाँ ताकी थे, रात दिन ताकि यही पड़े रहे थे बस। यहाँ खाना आवा तो यहीं खाए थे, यहीं पड़े रहे थे बस. ഇത്തവണ സർക്കാർ മാറണമെന്ന അഭിപ്രായം കർഷകർ കൈരളി ന്യൂസിനോട് പങ്കുവയ്ക്കുന്നുണ്ട്. दाल को सब्जी को तरस रहे हैं इस सरकार में, तो सरकार बदल जाए तो ज़्यादा अच्छा, नहीं प्रभु के हाथ है. കർഷക പ്രശ്നങ്ങൾക്ക് പുറമെ തൊഴിലില്ലായ്മ, വികസനമില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. മനേക ഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂർ മണ്ഡലം ഉൾപ്പെടെ 14 മണ്ഡലങ്ങളാണ് ആറാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.